ഹലോ ഗൈസ്, വെൽക്കം ടു വീഡിയോ. സോ ഇന്ന് നമ്മൾ മഴ തോരും മുൻപേ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഹാപ്പിനെസ് മൂമെൻറ്റോട് കൂടി ഫുൾ എപ്പിസോഡ് യാതൊരു ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി നിൽക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലൊരു ആക്ടിങ്, ഒരു എന്താണ് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ബാലചന്ദ്രനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയുടെയാണ്. രണ്ടാമത് നമ്മുടെ വൈഫ് വൈജയന്തിയാണ്. മൂന്നാമതാണ് അലീന. ബാക്കിയുള്ളവർക്ക് വലിയ തിരക്കേടില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഏതാണെന്നല്ല, ഇവരുടെ മൂന്ന് പേരുടെയും അഭിനയമാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നല്ലൊരു സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ബാലചന്ദ്രനും വൈജയന്തിയാണ്. സോ അവർ പിന്നെ മുത്തശ്ശിയൊക്കെ പിന്നെ അത്യാവശ്യം ഓക്കെയാണ്. കാരണം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സോ അവരുടെയൊക്കെ നല്ല അഭിനയമാണ്. സോ ബാക്കിയുള്ളവരെയൊക്കെ കണക്കാണ്. സോ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രേവതിക്കുട്ടിയും ആൻറ്റിയും കൂടെ വെളിയിൽ മൈതാനത്തിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാര വിഷയം വേറെ ആരുമില്ല, നമ്മുടെ അലീന തന്നെയാണ്. അലീനയെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് ചേച്ചിയുടെ ഒരു പ്രത്യേകതയാണ്, അതായത് എവിടെ പട്ടികൾ കണ്ടാലും അലീന അടുത്തേക്ക് ഓടി ചെല്ലും. മാത്രമല്ല ആ പട്ടികൾ ആരും അലീനയെ കടിക്കത്തില്ല. മാത്രമല്ല ആ പട്ടികളുടെ അവരെല്ലാവരും അലീന നിന്ന് വഴിയിലേക്ക് വെച്ച് കാണുകയാണെങ്കിൽ അങ്ങ് ചൊല്ലുന്നവരെ കൂട്ടിന് വരും വേണ്ടിയിട്ട് അലീന ചേച്ചി പൊയ്ക്കോളെ പറയാൻ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൻറ്റി ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, അത്ഭുതം തന്നെയാണല്ലോ. അതേ ആൻറ്റി, അതെന്താണെന്ന് അറിയത്തില്ല, അത് പ്രത്യേക ഒരു ഇതാണ് ആൻറ്റിയുടെ അലീന ചേച്ചിയോട് പട്ടികൾക്ക് ഇത്രമാത്രം വരാൻ കാരണം എന്തെന്ന് അറിയത്തില്ല. കടിക്കത്തില്ല. മാത്രമല്ല അലീന പറയുന്ന എല്ലാ കാര്യങ്ങളും പട്ടിക്കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതൊരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോയിൽ വരുന്നു. ഓട്ടോയിൽ വേറെ ആരുമില്ല, നമ്മൾ അലീന തന്നെയാണ്. അലീനെ കാണുന്ന രേവതിക്കുട്ടി ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര ഹാപ്പി ആവുന്നു. ഇപ്പോൾ വായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ അലീന ചേച്ചീനെ പറ്റി. അപ്പോഴാണ് അലീന ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. സോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. രണ്ടുപേരും കൂടെ ചെന്നുകൊണ്ട് ആൻറ്റിയുമായിട്ട് സംസാരിക്കുന്നു. ആൻറ്റി മൂന്ന് പേരും വീടിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അങ്കിളും കാണുന്നു. അങ്കിളും ഇരുന്ന് സംസാരിക്കുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് കുറേ നേരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അലീനക്കുട്ടി പറയുന്നത് വേറൊന്നുമല്ല, അവിടുത്തെ കാര്യങ്ങളും വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. എന്നിട്ട് പറഞ്ഞു, അത്രയ്ക്കും നല്ലത് എപ്പോഴും ഇവള് പറയും, നമ്മുടെ രേവതി പറയും, എൻ്റെ അലീന എന്ന് പറയും. എൻ്റെ അലീന എന്ന് പറയുന്നുള്ളൂ. ഇത്ര നേരമായിട്ട് ഒരു കുടിക്കാൻ എന്തെങ്കിലും ഈ അലീനക്കുട്ടി ചേച്ചിക്ക് കൊടുത്തോ എന്ന് അങ്കിൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ജ്യൂസ് ഉണ്ടാകും, എന്നാ പൈനാപ്പിൾ ജ്യൂസ് വേണ്ട, നീ കൊടുക്കണം, ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയും. ഇല്ല, ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് ഇന്ന് പുറത്തുനിന്ന് വന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാം, ഗസ്റ്റ് വന്നാലെന്ന് അങ്കിൾ പറഞ്ഞു. ഈയിടെ അത് വേണ്ട, ഞാൻ ഉണ്ടാക്കുന്നത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് അവൾ പോന്നു. സോ ഇതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഹാപ്പിനെസ് മൊമെൻ്റ്. അത് വെച്ച് അലീന അകത്തേക്ക് ചെല്ലുന്നു. അലീനയ്ക്ക് വിളിച്ചിട്ട് പോകുന്നു. സ്വന്തം വീട് പോലെ ആണ് രേവതി പെരുമാറുന്നത്. സോ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്, സങ്കടവും ഒരുതരം ഇതുണ്ട്. കാരണം ഇത് ഭാവി ഇത്ര സന്തോഷം ഇല്ലാണ്ടാവുമോ. അപ്പോൾ അത് ചെറിയൊരു ഉപദേശം അലീന ഇവൾക്ക് കൊടുക്കുന്നുമുണ്ട് രേവതിക്ക്. അതായത് ഇത്രയൊന്നും നീ നമ്മുടെ നില മറന്ന് നീ പെരുമാറരുത്. കാരണം എന്താണ്, നാളെ ഒരു അവസരത്തിൽ അവരുടെ വന്നേ നമുക്കതാവും. അത് കാരണം നീ നല്ല പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അത് ഒന്നും പ്രശ്നമല്ല, ഇപ്പം എൻ്റെ കയ്യിലാണ് കൺട്രോൾ, ഞാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നീ ഇതെങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അലീന ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുന്നു. അലീനയല്ല, മറ്റേ രേവതിക്കുട്ടി ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിന് ശേഷം പിന്നെ നമുക്ക് കാണുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണം, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതും, അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഇരിക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അലീന നിർബന്ധിപ്പിച്ച് അവിടെ ഇരുത്തുന്നു. പക്ഷേ അവൾ ഇരിക്കുന്നില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അവിടുത്തെ പോലെ തന്നെ ഇവിടെ അങ്ങനെ ഇരുന്നോണം, ഞങ്ങളിവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല, കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴേക്കും ഇവർക്ക് കൊടുക്കാതെ മീൻ ഭക്ഷണം സെപ്പറേറ്റ് അലീനയ്ക്ക് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് അവർക്ക് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അസുഖമുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള സംസാരങ്ങളും കളികളും ചിരികളൊക്കെ ആയിരുന്നു. ഒക്കെ രസമാണ്, നല്ല രസമാണ്, നല്ലൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള സീനാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ മെയിൻ സെൻറ്റർ ഓഫ് ദ വീട്, അതായത് ബാലചന്ദ്രൻ. അവിടെ ആദ്യം ബാലചന്ദ്രൻ്റെ വീട്ടിൽ നമ്മുടെ പെങ്കൊച്ച് ഏറ്റവും ചില കൊച്ച് വളരെ സന്തോഷത്തോടു കൂടി ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും കൂടി വിളമ്പി വെക്കുകയാണ്.
എല്ലാവർക്കും അല്ല, വാലേന്ദ്രനും ഉണ്ട്. അപ്പോൾ വാലേന്ദ്രൻ വരുന്നു, മോളെ അമ്മ കഴിച്ചു, അമ്മ വന്ന് കഴിച്ചു, നേരത്തെ ഒന്ന് കിടന്നു, പിന്നെ വല്ല കൊച്ചു കഴിച്ചു, കൊച്ചും കഴിച്ചു, ഭവിത കഴിച്ചു, അമ്മ എവിടെ ഇങ്ങോട്ട് പോയെന്നാണ് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആരാ ഉണ്ടാക്കി ബാലേന്ദ്രൻ ചോദിക്കുന്നത്. എല്ലാം അലീന ചേച്ചി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് പോട്ടെ. അലീന ചേച്ചി പോലെ ആരെ ഇവിടെ കിട്ടാനാണ്? ലോകത്തിൽ ഏതെങ്കിലും വേലക്കാരികൾ ചെയ്യുന്ന പണിയാണോ? സാധാരണയാണെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് പോട്ടെ, ഇന്ന് എൻ്റെ ലീവും കൂടി അല്ലേ എന്ന് വിചാരിച്ചു. അതേ അച്ഛാ, അച്ഛനോട് അമ്മയോട് അച്ഛനൊന്ന് പറയണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, നിങ്ങളാണ് പറയണം, അതുപോരാ, ഞങ്ങൾ അധികാരത്തോടെ അന്ത്യശാസ്ത്രം നടത്തണം എന്ന് പറയുകയാണ്. അന്ത്യശാസ്ത്രം നടത്തണം എന്ന് പറയാം. ഈ അന്ത്യശാസ്ത്രം നടത്തി കഴിഞ്ഞ് ഒരാളെ അന്ത്യശാസ്ത്രം നടത്തിയപ്പോഴാണ് ദാണ്ട് കിടക്കുന്നത് പുള്ളി പിണങ്ങി പോകുന്നതെന്ന് പറഞ്ഞ് രോഹിത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. രോഹിത്ത് ആ സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അച്ഛനും പെങ്കൊച്ചും ചോദിച്ചപ്പോൾ വേണ്ട, ഒന്നും മിണ്ടാണ്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അലീനയുടെ സംഭാഷണവും വീട്ടിലെ സംഭാഷണമൊക്കെ സംസാരിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നത്, അച്ഛൻ ഇവിടെ എല്ലാത്തിനും ഉണ്ട്, അച്ഛന് ശരിക്കും ഇവിടെ ഹാപ്പിയാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനുണ്ട് നമ്മുടെ ആരുടെ ബാലചന്ദ്രൻ്റെ ഒരു ഇമോഷണൽ ലിങ്ക്. അത് ഭയങ്കര ഒരു മൊമെൻ്റാണ്, അത്യാവശ്യം നല്ലൊരു സീനാണ്. പുള്ളിയുടെ മുഖത്ത് ആ ഒരു നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി മോളെ എന്ന് പറഞ്ഞിട്ട് പതിയെ പുറകിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ക്യാമറ വഴി വന്നിട്ട് ജസ്റ്റ് പുള്ളിനെ നിൽക്കുന്നിട്ട് എന്നിട്ട് ഇത് തല ഇങ്ങനെ ജസ്റ്റ് നാട്ടുകയാണ്. അത്രയും കൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ ക്ലോസ് ചെയ്യുന്നിട്ട് കാണുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊമോയാണ് അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പ്രൊമോയിൽ ഒന്നുമില്ല, ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട്, അതായത് രേവതിക്കുട്ടിക്ക് അലീന മേടിച്ച ഡ്രസ്സും സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് മറ്റേ നല്ല ഡ്രസ്സാണെന്ന് പറയുന്നുണ്ട് മറ്റേ ആൻറ്റി. അപ്പോൾ ആൻറ്റി കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് വെച്ചിട്ട് ആൾ പോകുന്നു രേവതി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കളികൾ കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സംഭവം അവിടുത്തെ വിശേഷങ്ങൾ മാത്രമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്ര ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സീ യു.